ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഏറ്റവും ചെറിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, യെസ്, നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ വായിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം സാറേ, ഞങ്ങൾക്ക് കുറേ മാർക്ക് കിട്ടണം എന്നെല്ലാം പറയുന്ന മക്കളാണ് കൂടുതലും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വിത്തിൻ 5 minutes നമുക്ക് 10 മാർക്ക് നേടിയെടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കഥകളൊന്നും ഞാൻ പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്നത് മെൻഷൻ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്കൊരു ത്രീ മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫെഡറലിസം നമുക്ക് കാണാൻ പറ്റും, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമുക്ക് കാണാൻ പറ്റും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും, സെക്യുലറിസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ആൻസേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ദീസ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3 to 4 മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം കോൺസ്റ്റിറ്റ്യൂഷൻ. പല മക്കളും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടേം ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇൻ ലാർജ് സൊസൈറ്റീസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഓഫ് പീപ്പിൾ ലിവ് ടുഗദർ ദ റൂൾസ് ആർ ഫോർമുലേറ്റഡ് ത്രൂ കൺസെൻസസ് ആൻഡ് ഇൻ മോഡേൺ കൺട്രീസ് ഇൻ കൺസെൻസസ് ഈസ് യൂഷ്വലി അവൈലബിൾ ഇൻ റിട്ടൺ ഫോം. റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഇൻ വിച്ച് വി ഫൈൻഡ് ആസ് സച്ച് റൂൾസ് ഈസ് കോൾഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാൻ പറ്റും, മോഡേൺ ടൈമിലാണെങ്കിലും എല്ലാ ടൈമിലാണെങ്കിലും ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾസ്, ഡിഫറെൻറ്റ് റിലീജിയസ് ആയിട്ടുള്ള, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവുള്ള, ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഐഡിയോളജിയൊക്കെ ഫോളോ ചെയ്യുന്ന, ഡിഫറെൻറ്റ് ബിലീവ്സ് ഉള്ള പീപ്പിൾസ് ആണ് ഇതിൻ്റെ കൺട്രിയിൽ എന്ത് ചെയ്യുക, ലീവ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ ഈ എല്ലാ ആളുകളെയും എന്ത് ചെയ്യാൻ പറ്റണം, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ ആളുകളെയും മുമ്പോട്ട് ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റണം, കൊണ്ടുപോകാൻ പറ്റണം. അതിനുവേണ്ടി എന്തുണ്ടാവണം, എല്ലാവരുടെയും കൺസെൻസസോട് കൂടി എല്ലാ ആളുകളുടെയും സമവായത്തിലൂടെ എന്തുണ്ടാക്കണം, ഒരു സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മോഡേൺ ടൈമിൽ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് എന്തിലാണ് കാണാൻ പറ്റുന്നത്, റിട്ടൺ ഫോമിലാണ് കാണാൻ പറ്റുന്നത്. അതായത് എന്തൊക്കെയാണ് ഒരു കൺട്രിയിലെ പീപ്പിൾസ് ഒബേ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇത് നോർമലി മോഡേൺ ടൈമിൽ നമുക്കിത് കാണപ്പെടുന്നത് എന്ത് ഫോമിലാണ്, റിട്ടൺ ഫോമിലാണ്. അപ്പോൾ റിട്ടൺ ഡോക്യുമെൻറ്റ് ഫോമിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ ടൈമിൽ ഈ പറയുന്ന ഒരു കൺട്രിയിലെ പീപ്പിൾസ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയൊക്കെ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. എല്ലാ ഓർഗനൈസേഷൻസ് ആണെങ്കിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും എല്ലാ ആളുകളും ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കൺട്രി എങ്ങനെ ഗവേൺ ചെയ്യപ്പെടണം, ഒരു കൺട്രി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ റിട്ടൺ ഫോമിലുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മളെ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. As what would happen if there were no restriction on the power of elected representatives? Elected representatives-ന്റെ പവേഴ്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, അവർക്ക് മാക്സിമം പവർ കൊടുക്കുക, അവർ മാക്സിമം എൻജോയ് ചെയ്തോട്ടെ എന്ന് വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും, there was no restriction on the power of elected representatives, the leaders might misuse the power given to them. നമ്മളൊരു എക്സാമ്പിൾസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു കുട്ടിക്ക് ക്ലാസ് ലീഡറിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് മോണിറ്ററിൻ്റെ ചാർജ് കൊടുക്കുമ്പോൾ ആ കുട്ടിയോട് എന്താ പറയുക, പേഴ്സണൽ ഗ്രഡ്ജിൽ അല്ലെങ്കിൽ റിവെഞ്ചുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആ ഒരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പവർ മിസ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം. അപ്പോൾ മിസ്യൂസ് ഓഫ് അതോറിറ്റി ക്യാൻ റിസൾട്ട് ഇൻ ദ ഗ്രോസ് ഇൻജസ്റ്റിസ്. അപ്പോൾ അതോറിറ്റി മിസ്യൂസ് ചെയ്യുന്നത് എന്തിലേക്ക് എത്തിക്കും, ഇൻജസ്റ്റിസിലേക്ക് എത്തിക്കും. ഒരാൾ കിട്ടേണ്ട ജസ്റ്റിസ് അയാൾക്ക് കിട്ടൂല, അല്ലെങ്കിൽ ഒരാൾ കിട്ടേണ്ട റൈറ്റ്സ് അയാൾക്ക് എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും റൂൾസ് ആൻഡ് എല്ലാ ആളുകളുടെയും എന്താ പറയുക റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ മിസ്യൂസ് കൺട്രോൾ ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എവിടെ ഉണ്ട്, ഡെമോക്രസിയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ റൂളേഴ്സിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ ഓൾമോസ്റ്റ് 3 to 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു ഈക്വാലിറ്റി നമുക്ക് കാണാൻ പറ്റും, റൈറ്റ് ടു ഫ്രീഡം നമുക്ക് കാണാൻ പറ്റും, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ കാണാൻ പറ്റും, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ നമുക്ക് കാണാൻ പറ്റും, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദീസ് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനും 3 to 4 to 4 എന്ന് പറയും. ഇങ്ങനെ നമുക്ക് ടോട്ടൽ നമ്മളിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മോർ ദാൻ
10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് 10 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിതിൻ 5 മിനിറ്റ്സ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മാക്സിമം സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ കാണാം മക്കളെ. താങ്ക് യു, ബൈ.